മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനത്തിൽ പ്രമേഹ നിർണയ ക്യാമ്പയിനും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ലാൽജു പോളപ്പറമ്പിൽ OCD നിർവഹിച്ചു. പ്രമേഹത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പ്രാരംഭ നിർണയത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതിനും ലക്ഷ്യമിട്ട് മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രമേഹ നിർണയ ക്യാമ്പയിനും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഡയബറ്റിക്സ് അക്രോസ് ലൈഫ് സ്റ്റേജ് എന്ന ലോകാരോഗ്യ സംഘടനയുടെ 2025 പ്രമേയത്തെ ആസ്പദമാക്കിയായിരുന്നു പരിപാടി. രാവിലെ 9 മണി മുതൽ 11 മണി വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഇത് പ്രാരംഭ ആരോഗ്യ നിർണയത്തിനുള്ള ജനങ്ങളുടെ താൽപര്യം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസുകൾക്ക് തുടക്കമായി. പ്രാർത്ഥനാഗാനത്തെ തുടർന്ന് സ്വാഗത പ്രസംഗത്തോടു കൂടി തുടങ്ങിയ പരിപാടിയുടെ ഉദ്ഘാടനം ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ലാൽജു പോളപ്പറമ്പിൽ OCD നിർവഹിച്ചു. രോഗപ്രതിരോധ സംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. പരിപാടി സംഘടിപ്പിച്ച മെഡിക്കൽ ടീമിന്റെ പരിശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. ഡോക്ടർ MN വെങ്കടേശൻ മെഡിക്കൽ സൂപ്രണ്ട് പ്രമേഹത്തിന്റെ വർദ്ധിച്ചുവരുന്ന വ്യാപ്തിയും ആരോഗ്യകരമായ ജീവിതശൈലി മാറ്റത്തിന്റെ അനിവാര്യതയും ചൂണ്ടിക്കാട്ടി സന്ദേശം നൽകി. ഡോക്ടർ TS വൈശാഖ് ഡയബറ്റോളജിസ്റ്റ് പ്രമേഹ വ്യാപനവും അവബോധ ക്ലാസും അവതരിപ്പിച്ചു. തുടർന്ന് ജനറൽ മെഡിസിൻ മേധാവിയായ ഡോക്ടർ ധനേഷ് പ്രമേഹത്തിന്റെ സങ്കീർണതകളെക്കുറിച്ച് സംസാരിച്ചു. ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, ഹൃദ്രോഗങ്ങൾ എന്നിവ പോലുള്ള ദീർഘകാല പ്രത്യാഘാതങ്ങളെ അദ്ദേഹം വിശദീകരിച്ചു. ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ അനീഷ് ജീവിതശൈലി മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു പ്രായോഗിക ക്ലാസ് നയിച്ചു. ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ലോക പ്രമേഹ ദിന പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. നമ്മുടെ കൊച്ചി അടിപൊളി ഊണ്, ബിരിയാണി, പൊറോട്ട, ബീഫ്, ഷവായ, അൽഫാം, മന്തി തുടങ്ങി എല്ലാം കിട്ടുന്ന കിടിലൻ റെസ്റ്റോറന്റ്. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും വേഗം പോരാ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.